അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 2-ാമത്തെ ചാപ്റ്ററാണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പമുള്ള, എന്നാൽ ചില കുട്ടികളൊക്കെ പ്രയാസം പറയുന്ന ഒരു പാഠഭാഗമാണ് 3-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ. വളരെ എളുപ്പത്തിൽ നമ്മളത് പറയാൻ വേണ്ടി പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് കേൾക്കണം. അദ്ദർസു സാനി, 2-ാമത്തെ പാഠം. ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ പുത്രനും കൂടി പള്ളിയിലേക്ക് പോകുന്ന ഒരു ഫോട്ടോയുണ്ട്. അതിന് താഴെ ഒരു പേരയുണ്ട്, ഒരു പാഠഭാഗം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം പറയുക എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി, ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. യസ്മഉ മാജിദുൻ അൽ അദാൻ. യസ്മഉ മാജിദുൻ അൽ അദാൻ. മാജിദ് ബാങ്ക് കേൾക്കുന്നു. യസ്മഉ മാജിദുൻ അൽ അദാന. മാജിദ് അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കേൾക്കുന്നു. വയദ്ഹബു ഇലൽ മസ്ജിദി മാ അബീഹി. വയദ്ഹബു, അവൻ പോകുന്നു, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്, മാ അബീഹി, അവൻ്റെ ഉപ്പയുടെ കൂടെ മസ്ജിദിലേക്ക് പോകുന്നു. വയതവല്ലഉ, അവൻ വുളൂ ചെയ്യുന്നു. വയതവല്ലഉ, അവൻ വുളൂ ചെയ്യുന്നു. വയദ്ഖുലുൽ മസ്ജിദ, അവൻ പള്ളിയിൽ കയറുന്നു. യുസല്ലി സ്വലാത്ത സുബ്ഹി, അവൻ സുബ്ഹി നിസ്കരിക്കുന്നു. മഅ അബീഹി, ഉപ്പയുടെ കൂടെ, ജമാഅത്തായിട്ട്. വബഅദ സ്വലാത്തി വദ്ദിക്രി വദ്ദുആഇ, നിസ്കാരത്തിനും ദിക്റിനും ദുആഇനും ശേഷം, യർജിഉ മാജിദുൻ, മാജിദ് തിരികെ വരുന്നു, മടങ്ങി വരുന്നു. മഅ അബീഹി, അവൻ്റെ ഉപ്പയുടെ കൂടെ. ഇതുവരെ വായിച്ച അർത്ഥങ്ങൾ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനുള്ളത്, ഈ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത്? മുളാരിയായ ഫീലുകൾ തിരിച്ചറിയാൻ പറ്റണം. മുളാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ, അതിനെയും അതേപോലെ പ്രസൻറ്റ്, ഇത് രണ്ടിനും അറബിൽ മുളാരിയായ ഫീലാണ് ഉപയോഗിക്കുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിന് മുളാരിയായ ഫീലാണ് ഉപയോഗിക്കുക, ഭാവിയിലേക്കുള്ളതിനും മുളാരിയായ ഫീലാണ് ഉപയോഗിക്കുക. യസ്മഉ എന്നാൽ കേൾക്കും, കേൾക്കുന്നു. യദ്ഹബു, പോകും, പോകുന്നു. യതവല്ലഉ, വുളൂ ചെയ്യും, ചെയ്യുന്നു. യദ്ഖുലു, പ്രവേശിക്കും, പ്രവേശിക്കുന്നു. യുസ്വല്ലി, നിസ്കരിക്കും, നിസ്കരിക്കുന്നു. ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ മുളാരിയായ ഫീലിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. ഇനി മുളാരിയായ ഫീൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് 2 മാർഗത്തിലൂടെ തിരിച്ചറിയാം. ആദ്യം, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് 2 രൂപത്തിലാണ് മുളാരിയായ ഫീലിനെ തിരിച്ചറിയാൻ പറ്റുന്നത്. അതിലൊന്ന്, യാ കൊണ്ട് ഒരു ആക്ഷൻ വേർഡ്, ഒരു പ്രവർത്തനം യാ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് മുളാരിയായ ഫീലാണ്. അതുപോലെ താ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ മുളാരിയായ ഫീലാണ്. ആ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അത് ബാക്കി പാഠഭാഗം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഓക്കെ. വൽ ഉമ്മു തന്തളിറുഹു ബിശ്ശായി. ഉമ്മ അവനെ ചായയും കൊണ്ട് തന്തളിറു, കാത്തിരിക്കുന്നു. യജ്ലിസു മാജിദുൻ, മാജിദ് ഇരിക്കുന്നു. വയശ്റബു ഷായ, ചായ കുടിക്കുന്നു. വയഖൂലു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയുന്നു. ചുവപ്പ് മഷിയിൽ എഴുതിയതെല്ലാം മുളാരിയായ ഫീലുകളാണ്. യസ്മഉ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യർജിഉ, യന്തളിറു, യജ്ലിസു, യശ്റബു, യഖൂലു. പക്ഷേ ഈ ചുവപ്പ് മഷിയിൽ എഴുതിയതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് തന്തളിറു എന്നത് ഉപയോഗിച്ചത്. ബാക്കി എല്ലാ സ്ഥലത്തും താ, യാ ആണ്. ഇവിടെ മാത്രം താ ഉപയോഗിച്ചു. അതിന് കാരണം, എല്ലാ ഫീലുകളും, എല്ലാ മുളാരിയായ ഫീലും നമ്മൾ മാജിദിന് വേണ്ടിയാണ്. മാജിദ് കേൾക്കുന്നു, മാജിദ് പോകുന്നു, മാജിദ് വുളൂ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം ഉമ്മ കാത്തിരിക്കുന്നു എന്നാണ്. മാജിദ് ഒരു ആൺകുട്ടിയാണ്, ഉമ്മ ഒരു സ്ത്രീയാണ്. ആണുങ്ങളാകുമ്പോൾ അവർക്ക് യാ വെച്ച് യജ്ലിസു, യദ്ഹബു എന്ന് വരുന്നു. സ്ത്രീകളാകുമ്പോൾ അവർക്ക് താ വെച്ച് തന്തളിർ വരുന്നു. മനസ്സിലായില്ല അല്ലേ? ഒരിക്കൽ കൂടി ഒരു ഉദാഹരണം കൂടി പറയാം.
യസ്മൗ മാജിദുൻ, അതേ സ്ഥാനത്ത് ഉമ്മയാണ് കേൾക്കുന്നതെങ്കിൽ തസ്മൗ അൽ ഉമ്മു. യദ്ഹബു മാജിദുൻ തദ്ഹബുൽ ഉമ്മു. യതവല്ലഉ മാജിദുൻ തതവല്ലഉ ഫാത്തിമ. യദ്ഖുലു മാജിദുൻ തദ്ഖുലു ഫാത്തിമ. അങ്ങനെ സ്ത്രീകളാകുമ്പോൾ അത് ത ആവുകയും പുരുഷന്മാരാകുമ്പോൾ അത് യാ ആവുകയും ചെയ്യുന്നതാണ് മുളാരിയ ഫീൽ. ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ ആ ചുവപ്പ് മഷിയിൽ എഴുതിയതിൻ്റെ അർത്ഥം പറയാണ്. യസ്മഉ കേൾക്കുന്നു, യദ്ഹബു പോകുന്നു, യതവല്ലഉ വുളൂ ചെയ്യുന്നു, യദ്ഖുലു കയറുന്നു, യുസല്ലി നിസ്കരിക്കുന്നു, യർജിഉ മടങ്ങുന്നു, തൻതളിറു കാത്തിരിക്കുന്നു, യജ്ലിസു ഇരിക്കുന്നു, യശ്റബു കുടിക്കുന്നു, യഖൂലു പറയുന്നു. ഇത് ആവർത്തിച്ച് പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കുകയുള്ളൂ. അപ്പം ഇത്രയും പറയലോടുകൂടി നമ്മൾ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് പഠിച്ചു. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് പാഠഭാഗത്തിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അടുത്തതായിട്ട് നമുക്ക് ആ നേരത്തെ പറഞ്ഞ മുളാരിയായ ഫീലുകൾ, മുളാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ യാ കൊണ്ടോ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് യാ കൊണ്ടോ താ കൊണ്ടോ തുടങ്ങുന്ന ആക്ഷൻ വേർഡ്സ്, പ്രവർത്തനങ്ങൾക്കാണ്, ക്രിയകൾക്കാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം, പഠിക്കാം, ആവർത്തിച്ച് പഠിക്കുക. യസ്മൗ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യർജിഉ, തൻതളിറു, യജ്ലിസു, യശ്റബു, യഖൂലു എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം യാ കൊണ്ടാണ്, ഒരു സ്ഥലത്തൊഴികെ തൻതളിർ, കാരണം ഉമ്മയാണ്. ഇതെല്ലാം സ്ത്രീകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തിൽ ത ആയിരിക്കും വരിക. ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചു ഫിയലുകൾ, കുറച്ച് പ്രവർത്തനങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു സ്ത്രീ വെള്ളം കുടിക്കുകയാണ് അല്ലേ? വെള്ളം കുടിക്കുന്നു. അപ്പോൾ കുടിക്കുന്നു എന്നതിൻ്റെ അറബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെന്താണ് അറബിയിൽ പറയുക? ആലോചിച്ചു പറയാം. എന്താണ് വെള്ളം കുടിക്കുന്നതിന്, അല്ലെങ്കിൽ കുടിക്കുന്നു എന്നതിന് അറബിയിൽ നാം എന്തു പറയും? ഇത്ര മനസ്സിലേക്ക് വന്നു അല്ലേ? ചില കുട്ടികൾ പറയുന്നത് യശ്റബു എന്നായിരിക്കും. യശ്റബു ശരിയാണോ? യശ്റബു എന്ന് പറഞ്ഞാൽ യശ്റബു കുടിക്കുന്നു. അതെ, യശ്റബു അഷായ ചായ കുടിക്കുന്നു. യശ്റബു മാജിദുൻ അഷായ, മാജിദ് ചായ കുടിക്കുന്നു. ശരിയാണല്ലോ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു തെറ്റ് ഇവിടെ ഉണ്ട്. ആ ചിത്രത്തിൽ കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് യശ്റബു ഉപയോഗിക്കാൻ പാടില്ല. പകരം നാം ഉപയോഗിക്കേണ്ടത് എന്താണ്? തശ്റബു എന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചിത്രം നോക്കിയേ. ഒരാൾ നിസ്കരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പാഠഭാഗത്തിൽ എവിടെയോ നിസ്കരിക്കുന്നു എന്നതിൻ്റെ അറബി വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ എളുപ്പമാണ്. നിസ്കരിക്കുന്നു. ഇത് നമ്മൾ നിയ്യത്തൊക്കെ പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. നിയ്യത്ത് ചെയ്യുന്ന സമയത്ത്, 5 വക്ത് നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. യെസ്, അത് തന്നെ. യുസ്വല്ലി. ഇവിടെ യുസ്വല്ലി ആണോ വേണ്ടത്, തുസല്ലി ആണോ വേണ്ടത്? ഒബ്വിയസ്ലി ഏതാണ് വേണ്ടത്? യുസ്വല്ലിയാണ് വേണ്ടത്. എന്തുകൊണ്ട്? ഇതൊരു പുരുഷനാണ് നിസ്കരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ യുസ്വല്ലി എന്ന് ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കി, വുളൂ ചെയ്യാണ് അല്ലേ? അപ്പോൾ വുളൂ ചെയ്യുന്നതിന് പറയാം യതവല്ലഉ. അതെ, യതവല്ലഉ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു ലാസ്റ്റ് ഒരു ചിത്രം കൂടിയുണ്ട്. ഒരു സ്ത്രീ ഇരിക്കുന്നു അല്ലേ? ഇരിക്കുന്നു എന്നാണ്. അപ്പം നമുക്കറിയാം യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ യജ്ലിസു ശരിയാകുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇരിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് നാം യജ്ലിസു എന്നതിന് പകരം തജ്ലിസു എന്ന് ഉപയോഗിക്കുന്നു. വളരെ എളുപ്പമുള്ളതല്ലേ? അതെ, വളരെ എളുപ്പമുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുളാരിയായ ഫീലുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പാഠഭാഗത്തിലുള്ളത് തന്നെയാണ് ഇത്. നിങ്ങൾ ഇതിൻ്റെ അർത്ഥം പറയണം ഓരോന്നിൻ്റെയും. നഖറഉ എന്ന് പറഞ്ഞിട്ടാണ്. യസ്മഉ കേൾക്കുന്നു. യദ്ഹബു, ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ അർത്ഥം പറഞ്ഞു നോക്കുക. യദ്ഹബു പോകുന്നു. യതവല്ലഉ, യതവല്ലഉ പദത്തിൽ തന്നെയുണ്ട്. വുളൂ ചെയ്യുന്നു. യദ്ഖുലു കയറുന്നു അല്ലെങ്കിൽ പ്രവേശിക്കുന്നു. യുസ്വല്ലി വളരെ എളുപ്പത്തിൽ കിട്ടും. യുസ്വല്ലി നിസ്കരിക്കുന്നു. യഖൂലു പറയുന്നു. യർജിഉ മടങ്ങുന്നു. യജ്ലിസു ഇരിക്കുന്നു. യൻതളിറു കാത്തിരിക്കുന്നു. യശ്റബു കുടിക്കുന്നു. അപ്പോൾ ഇതിൽ നിർബന്ധമായിട്ട് ഈ പദങ്ങൾ, ഈ മുളാരിയായ ഫീലുകൾ
നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമുക്കതിൻ്റെ ശേഷം വരുന്ന വാക്കുകളുടെ അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ. ഒന്ന് ശ്രദ്ധിച്ചേ. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി കിട്ടി, നമുക്ക് കിട്ടി അല്ലേ. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി, കുട്ടി ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. യദ്ഹബ് പോകുന്നു എന്നാണ് നമുക്കറിയാം. അവിടെ യദ്ഹബു ആണോ തദ്ഹബു ആണോ ഉപയോഗിക്കേണ്ടത്? തീർച്ചയായിട്ടും യദ്ഹബു ആണ്. എന്തുകൊണ്ട്? വലത് ആൺകുട്ടി ആയതുകൊണ്ട്. യതവല്ലഉ ബാസിമും മിനൽ ഹൗലി, ബാസിം ഹൗലിൽ നിന്നും വുളൂ എടുക്കുന്നു. യതവല്ലഉ യസ്മഉ സാലിമുൻ അൽ അദാൻ, സാലിം ബാങ്ക് കേൾക്കുന്നു. അടുത്തത് തശ്റബു ഫാത്തിമത്തു ഷായ, മാറി തശ്റബു ആയി. എന്തുകൊണ്ടാണ് തശ്റബു ആയത്? കുടിക്കുന്ന ആള് ഫാത്തിമയാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ തശ്റബു ഫാത്തിമത്തു അഷായ എന്നായി. നെക്സ്റ്റ് തുസല്ലി മാജിദത്തു സ്വലാത്തൽ അസ്രി, മാജിദ അസ്വർ നിസ്കരിക്കുന്നു. അവിടെ മാജിദ് ആയതുകൊണ്ട് തുസല്ലിയായി. അതേ സ്ഥാനത്ത് മാജിദ് ആണെങ്കിൽ എന്താകുമായിരുന്നു? യുസല്ലി ആകുമായിരുന്നു. തന്തളിറുൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു. അത് ഉപ്പയാണെങ്കിൽ എന്താകുമായിരുന്നു? യന്തളിറുൽ അബു ഫിൽ ബൈത്തി എന്നാകുമായിരുന്നു. അപ്പം ഇത്രയും പോർഷൻസ് വളരെ എളുപ്പത്തിൽ നമ്മൾ കഴിച്ചു. ഇനി നമുക്ക് അടുത്തത് ചില പ്രോബ്ലംസ് ആണ്. അപ്പം അത് വളരെ കൃത്യമായിട്ട് തന്നെ ഇതേ ലോജിക്ക് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചിത്രത്തിൽ കാണുന്നത് എന്താണ് എന്ന് നോക്കാം. ആദ്യം കാണുന്നത് ഒരു തൊപ്പിയൊക്കെ ധരിച്ച് നല്ലൊരു കുട്ടി, അവൻ എവിടേക്കോ പോകുകയാണ്. അപ്പോൾ പോകുന്നു എന്നതിൻ്റെ അറബി വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്കറിയാം അത് ഓപ്ഷനിലുണ്ട്. യതവല്ലൗ, യശ്റബു, യദ്ഖുലു, യദ്ഹബു. ഉത്തരപ്പം പറയേണ്ട, നമുക്ക് ലാസ്റ്റ് പറയാം. കുട്ടി പോവുകയാണ്. അപ്പം അതിലേതോ ഒരു 4 പദങ്ങളുണ്ട്. അതിലേതാണ് പോകുന്നു എന്നതിൻ്റെ. രണ്ടാമത്തത് മാജിദും മിന സുംബൂർ, സുംബൂർ എന്ന് പറഞ്ഞാൽ പൈപ്പാണ്. പൈപ്പിൽ നിന്നും മാജിദ് എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് മാജിദുൻ അൽ മാ, മാജിദ് വെള്ളം, മാ എന്ന് പറഞ്ഞാൽ വെള്ളമാണല്ലോ. വെള്ളം എന്താ ചെയ്യുന്നത്? മൂന്നാമത്തെ ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. അടുത്ത എന്താണ്? ഡേഷ് മാജിദുൻ അൽ മസ്ജിദ, ചിത്രത്തിൽ കാണുന്നത് നോക്കിയേ, മാജിദ് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്കറിയാം. നമുക്കിതൊന്ന് പൂരിപ്പിക്കണം. യതവല്ലൗ വുളൂ ചെയ്യുന്നു, യശ്റബു കുടിക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഹബു പിന്നെ പോകുന്നു. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി. അതേപോലെ ഡേഷ് മാജിദുൻ മിന സുംബൂർ. ഉത്തരം നല്ലോണം നോക്കി, അതിൻ്റെ എല്ലാം ഉത്തരം ഉണ്ട് അല്ലേ. യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി, യതവല്ലഉ മാജിദുൻ മിന സുംബൂരി, യശ്റബു മാജിദുൻ അൽ മാ, യദ്ഖുലു മാജിദുൻ അൽ മസ്ജിദ. കറക്റ്റ് അല്ലേ? യദ്ഹബു പോകുന്നു, യതവല്ലഉ വുളൂ ചെയ്യുന്നു, യശ്റബു കുടിക്കുന്നു, യദ്ഖുലു കയറുന്നു. അടുത്തത് ഇതേപോലത്തെ ഒരു പ്രോബ്ലമാണ്, പക്ഷെ അത് വളരെ എളുപ്പമാണ്. ആദ്യം മനസ്സിലാക്കേണ്ട, നേരത്തെ പലവട്ടം ആവർത്തിച്ച ഒരൊറ്റ പോയിന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. എന്താണ് ആ പോയിന്റ്? ആൺകുട്ടികളാകുമ്പോൾ യദ്ഹബു, പെൺകുട്ടികളാകുമ്പോൾ തദ്ഹബു. ആൺകുട്ടികളാകുമ്പോൾ യസ്മഉ, പെൺകുട്ടികളാകുമ്പോൾ തസ്മഉ. പിന്നെ മുഹമ്മദ് ആകുമ്പോൾ യർജിഉ, ഫാത്തിമയാകുമ്പോൾ തർജിഉ. ഉമ്മയാകുമ്പോൾ യദ്ഖുലു, ഉപ്പയാകുമ്പോൾ തദ്ഖുലു. ഉമ്മയാകുമ്പോൾ തദ്ഖുലു, ഉപ്പയാകുമ്പോൾ യദ്ഖുലു. മാറിപ്പോവരുത്. യാ ആണുങ്ങൾക്കാണ്, ത സ്ത്രീകൾക്കുള്ളതാണ്. അപ്പോൾ ആ ഉദാഹരണം വെച്ചിട്ട് ആ ഒരു പോയിന്റ് വെച്ച് നമുക്കിതൊന്ന് പൂർത്തിയാക്കാം. ഡേഷ് അൽ വലതു ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് ആൺകുട്ടി പോകുന്നു എന്നാണ് വേണ്ടത്. യദ്ഹബ് ആണോ തദ്ഹബ് ആണോ വരിക? നന്നായിട്ട് ആലോചിച്ചേ. സിമ്പിൾ. യദ്ഹബുൽ വലതു ഇലൽ മദ്രസത്തി. ഡേഷ് അൽ ബിന്തു മിനൽ ഹൗലി, ഹൗലിൽ നിന്ന് പെൺകുട്ടി വുളൂ ചെയ്യുന്നു. യതവല്ലഉൽ ബിന്തു തെറ്റാണ്, തതവല്ലഉൽ ബിന്തു ശരിയാണ്, കാരണം ത. ബാസിമുൻ ഇലൽ ബൈത്തി, ഡേഷ് ബാസിമുൻ ഇലൽ ബൈത്തി. യർജിഉ ബാസിമുൻ ഇലൽ ബൈത്തിയാണ് ശരി. യദ്ഖുലു അൽ ഉമ്മു അൽ ബൈത്ത തെറ്റാണ്, തദ്ഖുലുൽ ഉമ്മു അൽ ബൈത്ത അതാണ് ശരി വരുന്നത്. ടെക്സ്റ്റ് പുസ്തകത്തിൽ കിതാബിൽ എഴുതാത്തവരുണ്ടെങ്കിൽ അവർ എഴുതേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് എഴുതുക, തെറ്റില്ലാതെ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് നോക്കാം. ഈ പാഠം പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവസാനത്തെ ഒരു അവസരം.
പക്ഷെ ഇത് മാത്രം പോരാ. ഇതൊരു പരിധി വരെ ഈ പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. മുഴുവൻ ഭാഗങ്ങളും പഠിക്കണം. ഒക്കെ ഒരു ടെസ്റ്റാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളുടെ അറബി വാക്ക് താഴെ എഴുതണം. അപ്പോൾ പറഞ്ഞാലും മതി. ഒന്നാമത്തത് ഒരു വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കുടിക്കുന്നു. അതിനെന്താണ് അറബി പറയുന്നത്? രണ്ടൊരു പെൺകുട്ടി കേൾക്കുന്നു, എന്തോ കേൾക്കുന്നു. ആൺകുട്ടി വലത് കേൾക്കുന്നു, ഒരു ബിന്ത് പോകുന്നു, ഒരു വലത് പോകുന്നു, ഒരു ബിന്ത് നിസ്കരിക്കുന്നു. അതുപോലെ ഒരു വലത് നിസ്കരിക്കുന്നു, ഒരു ബിന്ത് ഇരിക്കുന്നു, ഒരു വലത് ഇരിക്കുന്നു, ഒരു ബിന്ത് കുടിക്കുന്നു. അപ്പോൾ വ്യത്യസ്തങ്ങളായ ആക്ഷൻസ് ആണ്. അപ്പോൾ ഇത് മുളാരിയായ ഫീല് വെച്ചിട്ട് യാവും താവും മാറ്റി മാറ്റി നിങ്ങൾ പറയണം. അപ്പോൾ പറയുന്നത് ശരിയാണോന്ന് നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കുക. ഓരോ ചിത്രം വെച്ച് ആ ചിത്രം എന്താണ്, ആ ആക്ഷൻസ് എന്താണ് എന്ന് പറയുക. അറബിയിലാണ് പറയേണ്ടത്. താവും യാവും മാറിപ്പോകാതെ വേണം പറയാൻ. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. യശ്റബുൽ വലതു, തസ്മഉൽ ബിന്തു, യസ്മഉൽ വലതു, തദ്ഹബുൽ ബിന്തു, യദ്ഹബുൽ വലതു, തുസല്ലി അൽ ബിന്തു, യുസല്ലി അൽ വലതു, തജ്ലിസുൽ ബിന്തു, യജ്ലിസുൽ വലതു, തശ്റബുൽ ബിന്തു.